നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ബാങ്ക് ജോലികൾ ഒത്തിരിയധികം ആളുകൾ ആഗ്രഹിക്കുന്ന ജോലികളാണ്, പ്രത്യേകിച്ച് മികച്ച ശമ്പളമുള്ള അവസരങ്ങൾ. അപ്പം രണ്ട് പ്രമുഖ ബാങ്കുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രണ്ട് ബാങ്കുകൾ, ഫെഡറൽ ബാങ്കിലേക്കും സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കുമുള്ള രണ്ട് റിക്രൂട്ട്മെന്റുകളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതും വളരെ മികച്ച ശമ്പളമുള്ള അവസരങ്ങൾ. ഫെഡറൽ ബാങ്കിൽ ഏതാണ്ട് 17 lakh പെർ ആനുമാണ്, 17 ലക്ഷം രൂപയാണ് വാർഷിക ശമ്പളമായിട്ട് ലഭ്യമാകുന്നത്. അപ്പോൾ ഡിഗ്രിക്കാർക്കും പി ജിക്കാർക്കും ഒക്കെയുള്ള അവസരങ്ങൾ, ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന അവസരങ്ങൾ. അവർക്ക് ഈ രണ്ട് ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഓഫീസർ തസ്തികയിലായിരിക്കും. ഒന്ന് ഓഫീസർ ആണെങ്കിൽ മറ്റൊന്ന് ജൂനിയർ ഓഫീസറാണ്. അപ്പോൾ ഈ റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങളൊക്കെ തേടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മിക്കവാറും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന അതേപോലെയുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണ് നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയൊക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം ഫെഡറൽ ബാങ്കിലാണ്. അതിനുശേഷം നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അവസരങ്ങൾ മനസ്സിലാക്കാം. ഫെഡറൽ ബാങ്കിലേക്ക് ഓഫീസർ തസ്തികയിലാണ് ഹയറിംഗ് നടക്കുന്നത്. സ്കെയിൽ 1 ഓഫീസർ സെയിൽസ് ആൻഡ് ക്ലയന്റ് അക്വിസിഷൻ, ഈ ഒരു തസ്തികയിൽ സ്കെയിൽ 1 ഹയറിംഗ് നടക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് 15 ഒക്ടോബർ മുതൽ 27 ഒക്ടോബർ വരെ ആയിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇതിൻ്റെ ഓൺലൈൻ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് 16 നവംബറിലായിരിക്കും നടക്കുക. എന്തായിരിക്കും എലിജിബിലിറ്റി? ഹു ക്യാൻ അപ്ലൈ? പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഫ്രം എ യൂണിവേഴ്സിറ്റി, അതായത് പി ജിക്കാർക്ക് മാത്രമായിരിക്കും ഈ ഫെഡറൽ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക്. ഡിഗ്രിക്കാർക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കും അപ്ലൈ ചെയ്യാം. നമുക്ക് ആദ്യം ഫെഡറൽ ബാങ്കിൽ മനസ്സിലാക്കാം. പി ജിക്കാർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. മിനിമം 60% മാർക്ക് 10th ഓൺവേർഡ്സ്, 10th +2 ഡിഗ്രിക്കും പി ജിക്ക് റിസൾട്ട് വന്നവരൊക്കെ 60% മാർക്ക് നേടിയിരിക്കണം. ഏജ് 27 വയസ്സ് വരെയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുമോ. എന്നാൽ SC ST-ക്കാർക്ക് 32 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാം. അതേപോലെ ഈ ബാങ്കിങ് മേഖലയിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ്, ബാങ്കിങ്ങോ ഫിനാൻഷ്യൽ സർവീസസിലോ ഇൻഷുറൻസിലോ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ 28 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ സാധാരണഗതിയിൽ ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ 27 വയസ്സ് വരെ, അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒക്ടോബർ 1 പ്രകാരമായിരിക്കും. എലിജിബിലിറ്റിയിൽ ഒരു കാര്യം ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓൾറെഡി പാസ് ഔട്ട് ആയിട്ടുള്ളവരും മാത്രമല്ല, 2025 പാസ് ഔട്ട് ആകുമ്പോൾ ഒന്നവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവർ സൂചിപ്പിക്കുന്നത് ഇതുവരെ നിങ്ങളുടെ റിസൾട്ട് വന്നവരെ നിങ്ങൾ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തിരിക്കണമെന്നും 60% മാർക്ക് നേടിയിരിക്കണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. 25 പാസ് ഔട്ട് ആയിട്ട് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ എല്ലാ വിഷയവും പാസ്സായിരിക്കണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം 2025 പി ജി കഴിഞ്ഞവർക്കും അതിനു മുമ്പ് കഴിഞ്ഞവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഇവർ സൂചിപ്പിക്കുന്നുണ്ട് ഡിഗ്രിയൊക്കെ 3 ഇയറിലും പി ജിയൊക്കെ 2 ഇയറിലും തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി ഇവരുടെ പേ പാക്കേജ്, അതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഏതാണ്ട് 17 ലക്ഷം പ്രതിവർഷ ശമ്പളമുള്ള അവസരങ്ങളാണ്. 12.84 lakh to 17 lakh പെർ ആനം പ്രതി വർഷ ശമ്പളമുള്ള അവസരങ്ങളാണ്. ടേക്ക് ഹോം പേ പാക്കേജ് ഏതാണ്ട് 84,500 പെർ മന്ത് ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്, എക്സ്ക്ലൂഡിങ് PF, പ്രൊവിഷൻ ടാക്സ്, ഇൻകം ടാക്സ് അങ്ങനെയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഏതാണ്ട് 84,500 രൂപ ടേക്ക് ഹോം പ്രതിമാസ ശമ്പളമുള്ള അവസരങ്ങളാണ്. വർക്ക് ലൊക്കേഷൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഓഫീസർ സെയിൽസ് ആൻഡ് ക്ലയന്റ് അക്വിസിഷൻ, ഈ റോളിൻ്റെ ജോബ് റോള് എന്തായിരിക്കും എന്നൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. 2 ഇയർ പ്രൊബോഷൻ ആയിരിക്കും, അത് കഴിഞ്ഞായിരിക്കും കൺഫേം ചെയ്യുക. സെലക്ഷൻ എങ്ങനെയായിരിക്കും? സെന്റർ ബേസ്ഡ് ഓൺലൈൻ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, അതായത് ഒരു അഭിരുചി പരീക്ഷ ഉണ്ടാകും. അതുകൂടാതെ GD ഇന്റർവ്യൂ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. ഓരോ റൗണ്ടിലും എലിമിനേഷൻ നടക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ടെസ്റ്റ് സെന്റേഴ്സ് എവിടെയൊക്കെ ഉണ്ടായിരിക്കും? അതായത് നിങ്ങൾ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ ഏതാണ്ട് 7 ജില്ലകളിൽ ടെസ്റ്റ് സെന്റേഴ്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്? ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. 27 ഒക്ടോബർ മുമ്പായിട്ട് അപ്ലൈ ചെയ്യണം. ഇവരുടെ സൈറ്റിൽ പോയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അതിൻ്റെയൊക്കെ ലിങ്ക്, അതേപോലെ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇനി ഓർക്കുക, ഇതിന് അപ്ലൈ ചെയ്യാനായിട്ടൊരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാവും. ജനറൽ കാറ്റഗറിയിൽ 800 രൂപയായിരിക്കും. SC ST-ക്കാർക്ക് 160 രൂപ ഫീസ് അടച്ചാൽ മതിയാകും. ഓൺലൈനായിട്ട് വേണം ഫീസൊക്കെ അടയ്ക്കുവാൻ. ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്.
ആപ്റ്റ്യൂഡ് ടെസ്റ്റ് അതെങ്ങനെയായിരിക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. 75 മിനിറ്റിൻ്റെ ടെസ്റ്റാണ്. ഇത്രയും ഏരിയകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഹയറിങ്ങിന്റെ റിക്രൂട്ട്മെന്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് പറ്റും. ജൂനിയർ ഓഫീസർ ഓപ്പറേഷൻസ് ഈ തസ്തികയിലേക്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഹയർ ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് 15 ഒക്ടോബർ മുതൽ 22 ഒക്ടോബർ വരെ ആയിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇതിന്റെ പരീക്ഷ മിക്കവാറും 1 അല്ലെ 2 നവംബറിലായിരിക്കും നടക്കുക. അത് ഓൺലൈൻ ആയിരിക്കും. പ്രോക്റ്റഡ് റിമോട്ട് ടെസ്റ്റ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം 1 2 ആയിരിക്കും അത് നടക്കുക. ആർക്കായിരിക്കും ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക? ഇവിടെ എനി ഗ്രാജുവേഷൻ വിത്ത് മിനിമം 50% എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം 50% മാർക്കുള്ള ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാം. മാക്സിമം 28 വയസ്സ് വരെയാണ് പ്രായം. എന്നാൽ SC STക്കാർക്ക് 5 വയസ്സിന്റെ റിലാക്സേഷൻ, അതായത് 33 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, റെഗുലറായിട്ട് ഡിഗ്രി പാസ്സായിരിക്കണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് എങ്കിലും വേണം. പ്രത്യേകിച്ച് ബാങ്ക് അല്ലെ NBFC, ഈ മുത്തൂറ്റ്, മണപ്പുറം പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ, അതിലെ ഫിനാൻഷ്യൽ ഏതെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം. എന്നാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് മിനിമം 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കും മാത്രമായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ജൂനിയർ ഓഫീസർ ഓപ്പറേഷൻസ് തസ്തികയിലേക്കായിരിക്കും. ഇനീഷ്യലി ഒരു 3 വർഷത്തെ കോൺട്രാക്റ്റിലായിരിക്കും ഹയർ ചെയ്യുക. പിന്നീട് നിങ്ങളുടെ പെർഫോമൻസിന്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടേക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. കരിയർ പ്രോഗ്രഷൻ എങ്ങനെയായിരിക്കും അക്കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് മാനേജർ സ്കെയിൽ 1 പ്രോഗ്രസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഓർക്കുക, ഇതിന്റെ പോസ്റ്റിംഗ് നമ്മുടെ കേരളത്തിലും ഒഴിവുകളുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ പേ പാക്കേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4.86 lakhs to 5.04 lakh പെർ ആനം. ഏകദേശം 5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും പ്രതിവർഷ ശമ്പളം. ഓർക്കുക, ഫെഡറൽ ബാങ്കിൽ ഇത് 17 ലക്ഷം രൂപ വരെയാണ് CTC എന്നുള്ള കാര്യം. അപ്പോൾ മികച്ച ശമ്പളം ഫെഡറൽ ബാങ്കിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ബാക്കി ജനറൽ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. എങ്ങനെയായിരിക്കും സെലക്ഷൻ? ഇവിടെയും ഫെഡറൽ ബാങ്കിന്റെ പോലെ തന്നെയാണ്. ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്, പ്രോക്റ്റഡ് ടെസ്റ്റ്. അത് കഴിഞ്ഞ് GD ഇന്റർവ്യൂ, ഇതിന്റെയൊക്കെ ബേസിസിലായിരിക്കും സെലക്ഷന്. ഇവിടെ ആപ്ലിക്കേഷൻ ഫീ ജനറൽ കാറ്റഗറിയിൽ 500 രൂപയാണ്. SC STക്കാർക്ക് 200 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീ. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യുക? ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതിന്റെ ലിങ്കും അതേപോലെ ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. 22 ഒക്ടോബർ വരെ ആയിരിക്കും ഞങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കേരളം ആസ്ഥാനമായിട്ടുള്ള 2 പ്രമുഖ ബാങ്കുകളിലെ 2 റിക്രൂട്ട്മെന്റ് അവസരങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ഡീറ്റെയിൽസിൽ പോയി കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഉപകാരപ്രദം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.